Hi friends, welcome to Sumi's Tips and Talks. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് തണ്ണിമത്തൻ കൊണ്ടൊരു അടിപൊളി ഫേഷ്യലാണ്. നമ്മൾ ബ്യൂട്ടി പാർലറിൽ ചെയ്യുന്ന അതേ രീതിയിൽ ഒരു 4 സ്റ്റെപ്പ് ആയിട്ടുള്ള ഫേഷ്യലാണിത്. നമ്മുടെ സ്കിന്നിന് നല്ല റിഫ്രഷിംഗ് ലുക്ക് തരാനും നല്ല ഗ്ലോ ചെയ്യാനും അതേപോലെ suntan ഒക്കെ റിമൂവ് ചെയ്യാനും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഫേഷ്യലാണിത്. ഇപ്പോൾ തണ്ണിമത്തൻ്റെ സീസണൊക്കെ അല്ലേ, അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഫേഷ്യൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടു താഴത്തിന് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നല്ല ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ്. അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂണോളം പാലെടുത്തിട്ടുണ്ട്. രണ്ടാമത് വേണ്ടത് തണ്ണിമത്തൻ്റെ ജ്യൂസാണ്. അതും ഇതേപോലെ 1 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാനായിട്ട് ഞാനിവിടെ തണ്ണിമത്തൻ്റെ തോട് എടുത്തിട്ടുണ്ട്. തോട് വളരെയധികം നല്ലതാണ്. നമ്മളിപ്പോൾ ക്ലെൻസിങ്ങിന് പകരം ഇപ്പോൾ പാലും ജ്യൂസൊന്നും ഇല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ്റെ തോട് വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് വെറുതെ സ്കിന്നിൽ മസാജ് ചെയ്ത് കൊടുക്കാം. വളരെയധികം നല്ലതാണ്. നല്ല സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആകാനും നല്ല സോഫ്റ്റ് ആകാനും സ്മൂത്ത് ആകാനൊക്കെ ഇത് വളരെയധികം നല്ലതാണ്. അപ്പം ഞാൻ ക്ലെൻസിങ്ങിനായിട്ട് ഈ തോട് കൊണ്ടാണ് നന്നായിട്ട് സ്കിന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ നിങ്ങളത് എടുത്തിട്ട് വെറുതെ ആയാലും മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് അതിനുശേഷം നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഇതേപോലെ ക്ലെൻസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും. കുറഞ്ഞതൊരു 5 മിനിറ്റ് എങ്കിലും ചെയ്യുക. നന്നായിട്ട് അതായത് നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്തും കണ്ണിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. സ്കിന്നിന് വളരെയധികം നല്ലതാണ് ഇങ്ങനെ ക്ലെൻസ് ചെയ്യുന്നത്. സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആകാനും വാട്ടർമെലൺ നിങ്ങൾക്ക് അറിയാലോ ഓൾറെഡി നല്ല വാട്ടറി കണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പം ഇതിൽ നന്നായിട്ട് ജലാംശമുണ്ട്. അപ്പം നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആകാനായിട്ട് ഇതിലും ബെറ്റർ ആയിട്ടുള്ള വേറൊരു ഓപ്ഷൻ ഇല്ല. സ്കിന്ന് നല്ല സോഫ്റ്റ് ആകാനും നല്ല ഒരു ഗ്ലോ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. പാലിൽ ലാക്റ്റിക് ആസിഡ് ഒരുപാട് പ്രോട്ടീൻസൊക്കെ അടങ്ങിയത് കാരണം നമ്മുടെ സ്കിന്നിന് വളരെ ബെനിഫിഷ്യലാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് സ്ക്രബിംഗ് ആണ്. സ്ക്രബിങ്ങിനായിട്ട് ഞാനിവിടെ തണ്ണിമത്തന് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉടച്ചെടുത്ത തണ്ണിമത്തനാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇടേണ്ടതുണ്ടെങ്കിൽ തേനാണ്. തേൻ ഒരു ടേബിൾ സ്പൂണോളം ഇടണം. തേനിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ഇടാം, റവ വേണമെങ്കിൽ ഇടാം അതിന് പകരം കേട്ടോ. അപ്പോൾ തേൻ നല്ലൊരു മോയ്സ്ചറൈസറാണ്. നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആകാനും സ്മൂത്ത് ആകാനോ അതേപോലെ നല്ല ഒരു റിഫ്രഷ് ആകാനായിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടും. ക്ലെൻസിങ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസ് വാഷ് ചെയ്യാണ്ട് തന്നെ നമുക്ക് നേരിട്ട് സ്ക്രബിങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ സ്ക്രബിങ് ചെയ്യുകയാണ്. 5 മിനിറ്റ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക സ്കിന്നിൽ. ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ഇമ്പ്യൂരിറ്റീസൊക്കെ റിമൂവ് ചെയ്യാനും വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ suntan റിമൂവ് ചെയ്യാനും സ്കിൻ നല്ല ഗ്ലോ ആകാനും ഇത് ഹെൽപ്പ് ചെയ്യും. തേർഡ് സ്റ്റെപ്പ് ഫേസ് പാക്കാണ്. അതിനായിട്ട് ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി നമ്മുടെ സ്കിൻ വൈറ്റൻ ചെയ്യാനും അതേപോലെ നമ്മുടെ സ്കിന്നിലെ ചുളിവുകളൊക്കെ മാറാനും സ്കിൻ നല്ല ഗ്ലോ ചെയ്യാനും വളരെയധികം നല്ലതാണ്. രണ്ടാമത് ഞാൻ എടുത്തേക്കുന്നത് അലോവേറ ജെല്ലാണ്. അതൊരു 1/2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. കറ്റാർ വാഴയുടെ ജെല്ലാണ്. ഇത് നാച്ചുറൽ ആയിട്ടുണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഞാനിപ്പോൾ പതഞ്ജലിയുടെ അലോവേറ ജെല്ലാണ് എടുത്തേക്കുന്നത്. അത് ഇതേപോലെ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. നമ്മുടെ സ്കിൻ നല്ലൊരു മോയ്സ്ചറൈസറാണ് അലോവേറ ജെല്ല്. സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും അതേപോലെ നല്ല ഗ്ലോ ചെയ്യാനും അലോവേറ ജെല്ല് ഓൾസോ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്നിലെ കറുത്ത പാടൊക്കെ മാറാനും ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. മൂന്നാമത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം തണ്ണിമത്തൻ്റെ ജ്യൂസാണ്. അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു പിങ്ക് കളറിലുള്ള ഒരു ഫേസ് പാക്ക് ആവും. ഇത് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. ഇനി ഫേസ് പാക്ക് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതൊരു 10-15 മിനിറ്റ് അതൊന്ന് ഡ്രൈ ആവണ വരെ നമ്മൾ അങ്ങനെ തന്നെ വെക്കണം. അത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് തണ്ണിമത്തൻ്റെ ആ തോട് കൊണ്ട് നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ നമ്മുടെ സ്കിൻ നല്ല ഒരു ഗ്ലോ ചെയ്യുക. അതേപോലെ നല്ല ഒരു വ്യത്യാസം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും ഈ സ്റ്റെപ്പ് കഴിയുമ്പോൾ. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 4th സ്റ്റെപ്പാണ് ഷീറ്റ് മാസ്ക്. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് വാട്ടർമെലൻ്റെ ജ്യൂസാണ്. ഒരു തണ്ണിമത്തൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ 2-3 ടേബിൾ സ്പൂൺ എടുക്കുക. പിന്നെ വേണ്ടത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്കിന്നെ നല്ല ഹൈഡ്രേറ്റഡ് ആക്കാനും നല്ല ഒരു സോഫ്റ്റ് ആക്കാനും നല്ല റിഫ്രഷിങ് ലുക്ക് തരാനും ഈ ഷീറ്റ് മാസ്ക് ഹെൽപ്പ് ചെയ്യും. റോസ് വാട്ടർ ഇതേപോലെ തന്നെ നല്ലൊരു സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസറും നല്ലൊരു ക്ലെൻസറൊക്കെയാണ്.
അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഷീറ്റ് മാസ്ക് ഇതിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക, ഒന്ന് തണുക്കാനാണ്. അത് വെച്ചതിന് ശേഷം നമുക്കത് എടുത്തിട്ട് നമുക്ക് സ്കിന്നിൽ ഇടാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലോട്ട് ഷീറ്റ് മാസ്ക് ഇടുന്നതാണ് കേട്ടോ. 15 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുത്തിരിക്കുകയാണ് ഷീറ്റ് മാസ്ക്. ഇത് ഞാനിത് സ്കിന്നിൽ ഇട്ട് കൊടുക്കുകയാണ്. എക്സസ് ആയിട്ടുള്ള ഒരു ജ്യൂസും ആ വെള്ളം നമ്മളൊന്ന് പിഴിഞ്ഞിട്ട് മൂത്തിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് ഒലിച്ചിറങ്ങാൻ ചാൻസ് ഉണ്ട്. ഷീറ്റ് മാസ്ക് ഇതേപോലെ ഒരു 10 മിനിറ്റ് നമ്മുടെ സ്കിന്നിൽ ആ ഒരു ജ്യൂസൊക്കെ അബ്സോർബ് ആവേണ്ട, സ്കിന്നിൽ നന്നായിട്ട് അബ്സോർബ് ആകാനായിട്ട് വെക്കുകയാണ്. ഞാനിത് നമ്മൾ റീയൂസബിൾ ആയിട്ടുള്ള കോട്ടൺ കൊണ്ടുള്ള ഒരു ഷീറ്റ് മാസ്ക് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കുക. ഞാൻ ഷീറ്റ് മാസ്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ഷീറ്റ് മാസ്ക് ഇടുന്നതുകൊണ്ട് നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആകാനും നല്ലൊരു റിഫ്രഷ് ഫീൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിൻ നല്ലൊരു കൂളാവുകയും നമ്മുടെ സ്കിൻ നല്ല ഡ്രൈ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് എന്താ പറയുക നല്ലൊരു നോർമൽ സ്കിന്നാക്കാനും നല്ല ഗ്ലോ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. തണ്ണിമത്തൻ്റെ ഫേഷ്യലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സ്കിൻ നല്ല ഗ്ലോ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.